Hi my dear students, how are you all? So I hope you all are safe and fine. And last day we were discussed about our new chapter named Mind Map. നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനെ പറ്റി അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും അതിലെങ്ങനെയാണ് ഒരു മാപ്പ് വരയ്ക്കുന്നതെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഫ്രീ മൈൻഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഇതാണ് അതിൻ്റെ ഐക്കൺ. ഞാൻ ഓൾറെഡി ഇത് എൻ്റെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയറക്റ്റ്ലി ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഫ്രീ മൈൻഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മൈൻഡ് മാപ്പിൻ്റെ വിൻഡോ ഇരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി അതിലൊരു റൂട്ട് നോഡ് വന്നിട്ടുണ്ടാവും. അതിനെ നമുക്കിങ്ങനെ സ്ക്രോൾ ബാൾസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻ നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ റൂട്ട് നോഡ് എന്ന് പറഞ്ഞാൽ. ഇതിൽ ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ടെൻസിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഞാനിവിടെ ടെൻസസ് എന്ന് ടൈപ്പ് ചെയ്യാൻ പോകണം. ടെൻസസ് ഓക്കെ, ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റർ അടിച്ചാൽ ആ റൂട്ട് നോഡിൽ എന്താണോ നമ്മൾ ടൈപ്പ് ചെയ്തത് ആ കണ്ടൻറ്റ് അവിടെ വിസിബിൾ ആയിരിക്കും. ഇനി നമുക്ക് റൂട്ട് നോഡിനാണ് ചൈൽഡ് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി റൂട്ട് നോഡ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് കണ്ടോ, രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിന്ന് ന്യൂ ചൈൽഡ് നോഡ് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇൻസേർട്ടിൽ നിന്ന് ന്യൂ ചൈൽഡ് നോഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഏതാണെങ്കിലും സെയിം ആണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് ന്യൂ ചൈൽഡ് നോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇതിനെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പൊസിഷൻ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇതിൽ ഇപ്പോൾ ഞാൻ പാസ്റ്റ് ടെൻസ് ഒന്ന് ടൈപ്പ് ചെയ്യണം. പാസ്റ്റ് ടെൻസ് ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ചൈൽഡ് നോഡ് ക്രിയേറ്റ് ചെയ്തു, അതിന് പാസ്റ്റ് ടെൻസ് എന്ന് പേര് കൊടുത്തു. ഇനി ഇതിനും നമുക്കൊരു സിബ്ലിംഗ് നോഡ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റൂട്ട് നോഡിൽ നിന്ന് തന്നെ വീണ്ടും ഒരു ചൈൽഡ് നോഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഏതിനാണോ ചൈൽഡ് നോഡ് വേണ്ടത് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ടെൻസിന് തന്നെ ഒരു ന്യൂ ചൈൽഡ് നോഡ് ക്രിയേറ്റ് ചെയ്യുവാണ്. പിന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തു. കണ്ടോ, ഇതുപോലെ നമുക്ക് പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ പൊസിഷൻ ഞാൻ ഇങ്ങനെ അലൈൻ ചെയ്യുന്നു. ഇവിടെ ഞാൻ ഫ്യൂച്ചർ ടെൻസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ഇമേജ് ആണെങ്കിലും അതിനനുസരിച്ച് നമുക്ക് മാറ്റി പേര് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടെൻസ് എന്ന് പറഞ്ഞാൽ റൂട്ട് നോഡായി, പാസ്റ്റ് ടെൻസ് ആയി. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഒരു ചൈൽഡ് നോഡ് ആവശ്യമുണ്ട് എങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് അതിൻ്റെ ഒരു ചൈൽഡ് നോഡ് ക്രിയേറ്റ് ആവും. അവിടെ നമുക്ക് എന്താണോ അതിന് മാച്ച് ചെയ്യാവുന്ന കണ്ടതെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്തത്. നമ്മുടെ ഐഡിയയിൽ എന്താണോ നമുക്ക് ചെയ്യേണ്ടത് ആ ആർട്ട് വർക്ക് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു നോഡ് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷനുണ്ട്. ഏത് നോഡാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ നോഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് തന്നെ നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് നോഡ് എന്നൊരു ഓപ്ഷനുണ്ട്. ഈ റിമൂവ് നോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നോഡ് സെലക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് കീബോർഡിൽ നിന്ന് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ റിമൂവ് നോഡ് കൊടുക്കുന്നു. അവരോട് കൺഫർമേഷൻ ചോദിക്കും, എസ് കൊടുക്കുക, ആ നോഡ് ഡിലീറ്റ് ആവും. ഓക്കെ, ഇനി കീബോർഡിൽ നിന്നാണെങ്കിലും നമുക്ക് ഈ നോഡിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാൻ വെറുതെ നോഡിന് ബി എന്ന് പേര് കൊടുത്തു. ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് കീബോർഡിൽ നിന്ന് എന്ത് ചെയ്യണം, ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. ഓക്കെ, ഇത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുക, എസ് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒരു നോഡിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരു മൈൻഡ് മാപ്പിനെ നമുക്ക് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഈ മൈൻഡ് മാപ്പ് എനിക്ക് സേവ് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഫയലിൽ നിന്ന് സേവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. സേവേഴ്സ് എന്നൊരു ഓപ്ഷൻ ചോദിക്കുമ്പോൾ എവിടെയാണ് നമ്മുടെ മാപ്പ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക. ഞാൻ ഡെസ്ക്ടോപ്പിൽ ഡയറക്റ്റ് tensors.mm ഓട്ടോമാറ്റിക്കലി അതിൻ്റെ എക്സ്റ്റൻഷൻ വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റൻഷൻ ചേർത്ത് കൊടുക്കണം. .mm മൈൻഡ് മാപ്പിൻ്റെ എക്സ്റ്റൻഷനാണ് .mm എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ നമ്മളിനി ഈ വിൻഡോ വരുമ്പോഴേക്കും tensors.mm എന്നതിന് ഓട്ടോമാറ്റിക്കലി പേര് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതും അത് നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്യുന്നതും. ഇനി ഇതിൽ ഓരോ സ്റ്റൈൽസും ഫോർമാറ്റും എങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് രണ്ട് ഓപ്ഷൻസാണ് നമുക്കുള്ളത്, ബബിളും ഫോർക്കും. ഏത് രീതിയിലെ ഫോർമാറ്റും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നോഡിൻ്റെ
ഫോർമാറ്റാണ്. ഇതിൽ നമ്മൾ എഴുതിയിരിക്കുന്ന കണ്ടൻറ്റ് സെലക്ട് ചെയ്യുക. ഇനി ഇതിലെങ്ങനെയാണ് നമ്മൾ ഫോർമാറ്റ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോഡിനും എഡ്ജിനുമാണ് മെയിൻലി നമ്മൾ സ്റ്റൈൽസ് അപ്ലൈ ചെയ്യുന്നത്. എല്ലാം ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു മെനുവിൽ നിന്നാണ് നമ്മൾ ഈ എല്ലാ ചേഞ്ചസും ഇതിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നോഡിന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ നോഡിന് നമുക്ക് എന്തെങ്കിലും ഫോർമാറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആ നോഡ് സെലക്ട് ചെയ്യണം. ഓക്കെ, ആ നോഡ് സെലക്ട് ചെയ്തിട്ട് ഫോർമാറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ അത് വർക്ക് ആവുള്ളൂ, ഇല്ലെങ്കിൽ അത് ആപ്ലിക്കബിൾ ആവില്ല. അപ്പോൾ ആദ്യം ഈ നോഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡയറക്റ്റ് ഇവിടെ തന്നെ ഇറ്റാലിക്സ്, ബോൾഡ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് ഉണ്ട് കണ്ടോ. ഇറ്റാലിക്സ്, ബോൾഡ്, ആ ചേഞ്ചസ് അവിടെ സംഭവിക്കുന്നുണ്ടോ? ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യാം. ബോൾഡിനൊക്കെ വേണ്ടി Ctrl V എന്ന് പറഞ്ഞ ഷോർട്ട് കട്ട് ഉണ്ട്, അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ ഈ ഫോർമാറ്റ് മെനുവിൽ നിന്ന് കണ്ടോ ഇറ്റാലിക്സ് ഉണ്ട്, ബോൾഡ് ഉണ്ട്. ഇനി ഈ ഫോണ്ടിൽ വലുതാക്കാനും ചെറുതാക്കാനും വേണ്ടിയിട്ടാണ് ലാർജർ ഫോണ്ടും സ്മോളർ ഫോണ്ടും ഉള്ളത്. ലാർജർ ഫോണ്ടാക്കിയാൽ അത് വലുതാവും. എഗെയിൻ ഫോർമാറ്റിൽ നിന്ന് സ്മോളർ ഫോണ്ട് കൊടുത്താൽ അത് ചെറുതാവും. ഓക്കെ, ഇനി ഇതിന് നമുക്ക് കളർ കൊടുക്കണം. ഇതിന് കളർ കൊടുക്കാൻ എന്ത് ചെയ്യണം? നോട്ട് കളർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, പല ടൈപ്പ് കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതിൽ നിന്ന് ഞാൻ അതിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏത് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അതവിടെ വന്നിട്ടുണ്ടാവും, ആ ചേഞ്ചസ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് ബോൾഡ്, ഇറ്റാലിക്സ്, ഫോണ്ട് വലുതാക്കുന്നതും ചെറുതാക്കുന്നതും കളർ കൊടുക്കുന്നതും. ഓക്കെ, ഇനി നമുക്കിതിൽ ഫോണ്ട് സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാം. ഇത് സെലക്ട് ചെയ്യുക. പല ടൈപ്പ് ഫോണ്ട് സ്റ്റൈൽസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏത് വേണേലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ആ ചേഞ്ചസ് അവിടെ സംഭവിക്കും. ഇനി സൈസ് വേണേലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മളൊരു നോഡിന് ഫോർമാറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് കളർ കൊടുക്കാനുള്ളത് ഏതിനാണ്? നോഡിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഫോർമാറ്റിൽ നിന്ന് നോഡ് ബാക്ക്ഗ്രൗണ്ട് കളർ എടുക്കുക. ഞാനൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. കണ്ടോ, അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളറും വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നോഡിൽ നമ്മൾ ചെയ്യുന്ന ഫോർമാറ്റ്സ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ എഡ്ജിലാണ്. അപ്പോൾ എഡ്ജ് സെലക്ട് ചെയ്യുന്നു, ഫോർമാറ്റ് ചെയ്യുന്നു. ഇത്രയും ചേഞ്ചസാണ് നമുക്ക് എഡ്ജിൽ കൊടുക്കാൻ പറ്റുക. എഡ്ജ് കളറുണ്ട്, സ്റ്റൈലുണ്ട്, വിഡ്ത്തുണ്ട്. എഡ്ജ് കളറിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം, ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇനി എഡ്ജിൻ്റെ മറ്റ് 2 ഓപ്ഷൻസും കൂടി ഇല്ല. അത് ഏതൊക്കെയാണ്? എഡ്ജ് സ്റ്റൈൽ. ഇതിലിപ്പോൾ ഏത് ഷേപ്പ് നൽകാം. അപ്പോൾ ഞാൻ ഷാർപ്പ് ബിസിയർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു, ആ ചേഞ്ച് അവിടെ സംഭവിച്ചു. ഇനി ഇതിൻ്റെ വിഡ്ത്ത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 8 കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ മൈൻഡ് മാപ്പിൽ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. നോഡിന് ഫോർമാറ്റ് കൊടുക്കുന്നത്, എഡ്ജിന് ഫോർമാറ്റ് കൊടുക്കുന്നത്. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മളിവിടെ ഫയലിൽ നിന്ന് സേവ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, പിന്നെ അൺഡു റീഡ് എന്നൊക്കെ അറിയാമല്ലോ. ഇത് അൺഡു ചെയ്യാനും ഇത് റീഡ് ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും ചെയ്ത ചേഞ്ചസ് വേണ്ടാന്ന് തോന്നിയാൽ ബാക്ക് അടിക്കുക, അൺഡു കൊടുത്താൽ പഴയ പോലെ തന്നെ ഫോർമാറ്റ് കാണും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ സ്കൂളിൽ വരുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല, വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാം ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ ചിൽഡ്രൻ, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. കണ്ടോ, ഇതിങ്ങനെ ഒരു സേവ് ചെയ്യാൻ അവർ ചോദിക്കും നമ്മളോട്. സേവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചേഞ്ച് ചെയ്താലും നമ്മൾ സേവ് ചോദിക്കും, യെസ് കൊടുക്കുക. സേവ് ചെയ്യാനാണെങ്കിൽ ന്യൂ മാപ്പ് ആയിരിക്കും, വേണ്ട ക്യാൻസൽ കൊടുക്കുക. സേവ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നോ പറഞ്ഞ് ഇതിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ആവാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ മൈൻഡ് മാപ്പിൽ പഠിക്കാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി exercise portion of this chapter. The first section is fill in the blanks. First question, a root node can only have dash nodes. So root node can only have child nodes. Root node nu മാത്രമേ child nodes ഉണ്ടാക്കാൻ പറ്റുള്ളൂ. Dash node is a gray oval shaped node added in the center of the working area. So നമ്മൾ മൈൻഡ് മാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സെൻറ്ററിലേക്ക് ആഡ് ചെയ്ത് വരുന്ന ഗ്രേ കളറുള്ള നോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൂട്ട് നോഡ്. The major benefits of mind mapping are note making, brainstorming,
problem solving, studying and memorization, planning, researching and consolidating information, presenting information, increase creativity. ഇത്രയുമാണ് നമ്മുടെ മൈൻഡ് മാപ്പിൻ്റെ ബെനിഫിറ്റ്സ്. നോട്ട്സ് ഉണ്ടാക്കാം, ബ്രെയിൻ സ്റ്റോമിങ് ക്വസ്റ്റ്യൻസ്, പ്രോബ്ലം സോൾവിങ്, പിന്നെ ഇങ്ങനെയുള്ള പ്ലാനിങ്, റിസർച്ച്, പ്രസൻറ്റിങ് ഇൻഫർമേഷൻ, ഇതൊക്കെയാണ് മൈൻഡ് മാപ്പിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ്. So when we want to add a new note, we click dash option on the formatting bar. നമുക്ക് പുതിയൊരു നോഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്? ന്യൂ ചൈൽഡ് നോഡ്. അതിൻ്റെ ഒരു സിമ്പിൾ അവിടെയുണ്ട്, ഒരു യെല്ലോ കളറുള്ള ബൾബ് പോലുള്ളൊരു സിമ്പിളാണ് ന്യൂ ചൈൽഡ് നോഡിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മൈൻഡ് മാപ്പ് ഗെറ്റ് സേവ്ഡ് വിത്ത് ദി എക്സ്റ്റൻഷൻ .mm. .mm എന്ന് പറയുന്ന എക്സ്റ്റൻഷനാണ് മൈൻഡ് മാപ്പിന് നമ്മൾ ആഡ് ചെയ്യുന്നത്. We can apply dash and dash style for our notes. രണ്ട് സ്റ്റൈലാണുള്ളത്, ബബിളും ഫോർക്കും. For deleting note, we click on dash option under edit menu. ഏതെങ്കിലും ഒരു നോഡ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഓപ്ഷൻ എടുക്കുന്നത്? റിമൂവ് നോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. അല്ലാന്നുണ്ടെങ്കിൽ കീബോർഡിൽ നിന്ന് ഡയറക്റ്റ് ഡിലീറ്റ് പ്രസ് ചെയ്താലും ആ പെർട്ടിക്കുലർ നോഡ് ഡിലീറ്റ് ആവും. ഓക്കെ. For changing the color of a node, we click on the ഡാഷ് ഓപ്ഷൻ അണ്ടർ ഫോർമാറ്റ് മെനു. അപ്പോൾ ഒരു നോഡിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ ഏത് ഓപ്ഷൻ എടുക്കണം? നോഡ് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഫോർമാറ്റ് മെനുവിൽ നിന്ന് എടുക്കാനുള്ളത്. ഓക്കെ. ഫോർ ചേഞ്ചിങ് ദ കളർ ഓഫ് ടെക്സ്റ്റ് വി ക്ലിക്ക് ഓൺ ഡാഷ് ഓപ്ഷൻ അണ്ടർ ഫോർമാറ്റ് മെനു. ടെക്സ്റ്റിന് കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? നോഡ് കളർ എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ. We can change dash and dash for edge in the mind map. അപ്പോൾ എഡ്ജിന് നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കാൻ പറ്റുന്നത്? 3 ടൈപ്പ് പ്രോപ്പർട്ടീസ് ആണുള്ളത്: കളറ്, സ്റ്റൈല്, വിഡ്ത്ത്. ഓക്കെ. നെക്സ്റ്റ് വൺ, ടിക്ക് ദി കറക്റ്റ് ഓപ്ഷൻ. ഫോർ ക്രിയേറ്റിംഗ് ലീനിയർ എഡ്ജ് വി ചൂസ് ഡാഷ് ഓപ്ഷൻ അണ്ടർ ഫോർമാറ്റ് മെനു. ലീനിയർ എഡ്ജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്? എഡ്ജ് സ്റ്റൈൽ. ഓക്കെ. We can change the background color of the node by following the given steps. അപ്പോൾ ഒരു നോഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ആദ്യം നമ്മൾ നോഡ് സെലക്ട് ചെയ്യുക, then select the format menu. From there select the node background color. ഓക്കെ, ഇതാണ് നമ്മുടെ ഓപ്ഷൻ. When we click on that bulb icon, a new dash is added to our mind map. എന്താണ് ആഡ് ആവുന്നത്? ന്യൂ ചൈൽഡ് നോഡ്. We can change the font size by ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഇത് മൂന്നും നമുക്ക് ഫോണ്ട് സൈസിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. ലാർജ് സൈസും സ്മോളർ സൈസും ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. നെക്സ്റ്റ് വൺ, ഷോർട്ട് കട്ട് ഫോർ ചേഞ്ചിങ് ദ ഫോണ്ട് ടു ബോൾഡ്. ഇപ്പോൾ ഒരു ഫോണ്ട് ബോൾഡ് ആക്കാനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? ഇതാണെങ്കിൽ Ctrl+B. Date of a node is enclosed within an oval shape in dash style. ഏത് സ്റ്റൈലാണ് അങ്ങനെ ഒരു ഓവൽ ഷേപ്പ് വരുന്നത്? ബബിൾ സ്റ്റൈൽ. ഫോർ ഡിലീറ്റിംഗ് എ നോഡ് ഫ്രം എ മൈൻഡ് മാപ്പ് ക്ലിക്ക് ഓൺ വിച്ച് ഓപ്ഷൻ? റിമൂവ് നോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. മൈൻഡ് മാപ്പിൽ നിന്ന് ക്ലിക്ക് ചെയ്തെടുക്കേണ്ടത് റിമൂവ് നോഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. പിന്നെ ഡിലീറ്റ് നോഡ്, എക്സിറ്റ് നോഡൊക്കെ ഓട്ടോമാറ്റിക്കലി കീബോർഡിലുള്ള കീസ് വഴിയൊക്കെ ചെയ്യുന്നതാണ്. Okay. A root node can have child nodes only. റൂട്ട് നോഡിന് എപ്പോഴും അതിൻ്റെ ചൈൽഡ് നോഡ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ. ചൈൽഡ് നോഡ്സിൽ നിന്നാണോ അത് സിബ്ലിംഗ് ആണെന്നൊക്കെ പിന്നീട് ചെക്ക് ചെയ്യുന്നത്. ഓൾ നോട്ട്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദി ഡാഷ്. എവിടെയാണ് എല്ലാ നോട്ട്സും അറേഞ്ച് ചെയ്യുന്നത്? വർക്കിംഗ് ഏരിയയിലാണ് എല്ലാ നോട്ട്സും അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ. When a sibling node is created for a child node, it is positioned at the dash level as that of the child node. അപ്പോൾ ഏത് ലെവലിലാണ് അങ്ങനെ ഒരു പുതിയൊരു സെറ്റ് വരുന്നത്? സെയിം ലെവൽ. സിബ്ലിംഗ് നോഡ് എന്ന് പറയുന്നത് സെയിം ലെവലിൽ നമ്മുടെ സെറ്റ് വരുന്നതിനാണ് സിബ്ലിംഗ് നോഡ് എന്ന് പറയുന്നത്. പിന്നെ ട്രൂ ഓർ ഫോൾസ്. A node is a text box that is used to store information. That is true. ഒരു നോഡ് എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ബോക്സ് ആണ്, അതിൽ നമ്മൾ ഇൻഫർമേഷൻസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. എ ചൈൽഡ് നോഡ് ഒറിജിനേറ്റ്സ് ഫ്രം ദ എഡ്ജ്. ചൈൽഡ് നോഡ് എപ്പോഴും ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? എഡ്ജിൽ നിന്നാണ്. ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ് ആണ്. ചൈൽഡ് നോഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? റൂട്ട് നോഡിൽ നിന്ന്.
Okay. A root node is the first node address at the time of mind map creation. റൂട്ട് നോഡിലാണ് അതിൻ്റെ ഫസ്റ്റ് അഡ്രസ്സ് ഉണ്ടെന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. വെൻ വി ചൂസ് നോഡ് കളർ under format menu option, the color of the text changes. Okay, നമ്മൾ ഫോർമാറ്റിൽ നിന്ന് നോട്ട് കളർ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അതിൽ നിന്ന് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ കളർ ചേഞ്ച് ആവും. സോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. ദ കളർ ഓഫ് ദി ബാക്ക്ഗ്രൗണ്ട് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ക്ലിക്കിംഗ് ഓൺ നോഡ് കളർ. അപ്പോൾ എവിടെയാണ് നമ്മൾ നോഡ് കളർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. ദ കളർ ഓഫ് ദ ബാക്ക്ഗ്രൗണ്ട് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ക്ലിക്കിംഗ് ഓൺ നോഡ് കളർ. നോഡ് കളറുണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളറുണ്ട്. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. ഓക്കെ, നോട്ട് കളർ എടുത്തിട്ടല്ല നമ്മൾ ബാക്ക്ഗ്രൗണ്ട്, നോട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ എടുത്തിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, എഡ്ജ് സ്റ്റൈൽ ചേഞ്ചസ് ദ സ്റ്റൈൽ ഓഫ് ദി നോട്ട്. ഇറ്റ് ഈസ് ഫോൾസ്. എഡ്ജ് സ്റ്റൈല് നമ്മുടെ എഡ്ജിന് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റൈലൊക്കെ മാറ്റി കൊടുക്കുമ്പോൾ അതിൻ്റെ ഫുൾ അലൈൻമെൻറ്റ് മാറിപ്പോകും. അപ്പോൾ എഡ്ജ് സ്റ്റൈലാണ് നമ്മുടെ നോഡിൻ്റെ സ്റ്റൈലിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. We can save the mind map by pressing on Ctrl+S key on the keyboard. Mind map save ചെയ്യാൻ നമുക്ക് Ctrl+S എന്ന് പറഞ്ഞ ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്താൽ മതി. അത് ഇതിലല്ല, വേറെ ചില വേർഡ് ഐറ്റംസിനൊക്കെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+S ആണ്. A root node can only have the sibling node. It is false. A root node can only have the child nodes. FreeMind is a mind mapping software. It is ട്രൂ. ഫ്രീ മൈൻഡ് എന്ന് പറയുന്നത് മൈൻഡ് മാപ്പിംഗ് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. മൈൻഡ് മാപ്പിംഗ് ആക്ടിവിറ്റീസ് ബോത്ത് അനലിറ്റിക്കൽ ആൻഡ് ആർട്ടിസ്റ്റിക്. ഇറ്റ് ഈസ് ട്രൂ. മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത് വളരെ റിയലിസ്റ്റിക്കലും ആർട്ടിസ്റ്റിക്കലും ഒക്കെയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ മൈൻഡ് മാപ്പ് എപ്പോഴും റിയലിസ്റ്റിക്കാണ്, ആർട്ടിസ്റ്റിക്കാണ്. നമ്മൾ ചെയ്ത് കണ്ടില്ലേ, അപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ ഇത് കുറച്ചുകൂടെ ഭംഗിയായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ സോ the statement is true. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ തീർന്നു. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, എക്സസൈസൊക്കെ ചെയ്യുക, നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് പഠിക്കുക. ഓക്കെ, ചിൽഡ്രൻ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.